ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹരിപ്രസാദ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ വന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉപയോഗിച്ചിട്ട് തേയിലയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, തേയില വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത്. അപ്പോൾ അതിന് കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാലും, പക്ഷേ ഈ മെസ്സേജ് അയക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അതായത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടുണ്ട്, മുടി നല്ല സ്മൂത്തായി, മുടിയുടെ കളറിന് വ്യത്യാസമുണ്ട്, അതായത് ചെമ്പിച്ച കളറൊക്കെ മാറി ഒരു ബ്ലാക്ക് കളറൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹെയർ ഗ്രോത്തിനുള്ള, അതുപോലെ തന്നെ ഹെയർ നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ടിപ്പാണ്. ഈ ടിപ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ നേരത്തെയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് പേര് വീണ്ടും വീണ്ടും ഡൗട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ആ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഞാനും മറ്റേ ഓംലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ മറ്റേ തേയില ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ തേയില വെള്ളം ഉപയോഗിച്ച് മുടി കഴുകേണ്ടതാണ്. ഇപ്പം നല്ലൊരു സ്മൂത്തൊക്കെ ആയിട്ടുണ്ട്, നല്ല കളറിനൊക്കെ നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ളം. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം എന്താ പറയുന്നത്, ഹെയർ ഗ്രോത്തിനെ, അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല സ്മൂത്ത് ആകാനും ഫ്രിസി ഒക്കെ ആയിട്ടിരിക്കുന്ന ഹെയർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇത് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലും നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആയിട്ട് മാറും. അതായത് നമ്മൾ സ്മൂത്ത് ആകുമെങ്കിലും കുറച്ച് ഡ്രൈനെസ് കൂടുതലായിട്ട് വരും. അപ്പം ആ ഡ്രൈനെസ് മാറ്റണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ എപ്പോഴും ഈ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെ ഇവിടെ വീട്ടിലുണ്ടാക്കി, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മേളിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയ എണ്ണ ആദ്യം തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ കഞ്ഞിവെള്ളം തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങളും അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്ന ഹെയർ ആണെങ്കിൽ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അതേസമയം നിങ്ങളുടേത് ഓയിലി ഹെയർ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യാം. അതായത് അത് നമ്മുടെ ഓയിൽനെസ്, തലയിലുള്ള ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായിട്ട്. അതായത് ഒരുപാടൊക്കെ ഓയിൽ, ഇപ്പോൾ ഒരു വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നന്നായിട്ട് എണ്ണമയം ഉണ്ടാകുന്ന ഹെയർ ആണെങ്കിൽ നമുക്ക് ആ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം ഇപ്പം പെട്ടെന്ന് ഡ്രൈ ആകുന്ന സ്കാൽപ്പാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ എണ്ണ വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ കഞ്ഞിവെള്ളം തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റേത് അതുപോലത്തെ ഒരു ഹെയർ ആണ്, അതായത് എൻ്റെ പെട്ടെന്ന് ഡ്രൈ ആകുന്ന ഒരു ഹെയർ ടൈപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഓയിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ഈ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കഞ്ഞിവെള്ളം തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകണം. ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ ഒരു പാത്രത്തിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരുന്നതാണിത്. പിന്നെ ഇത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ്, അതും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ കഞ്ഞിവെള്ളം നിങ്ങൾ സ്പ്രേ ബോട്ടിലിൽ എടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നമുക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഡയറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണ്, കാരണം ഞാൻ വെളിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ അകത്താണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. ഇത് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തല വാഷ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. എന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതായത് നിങ്ങൾ ഇത് ഏതെങ്കിലും ടിപ്സൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ അത് എന്നോടും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകും. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണത്. കാരണം ഞാൻ പറഞ്ഞു തന്ന ടിപ്സ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്ന് എനിക്കൊരു വിശ്വാസവും കൂടെ വരും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ, അതായത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും